ഒന്ന്. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം ഏത്? ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം ഏത്? ഉത്തരം ബ്രസീൽ. 2. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം എന്ന്? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം എന്ന്? 1891. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ പിതാവ് ആര്? ചൈനീസ് റിപ്പബ്ലിക്കിന്റെ പിതാവ് ആര്? ഉത്തരം സൺ യാത് സെൻ. കൊച്ചി തുറമുഖം രൂപം കൊണ്ട വർഷം? കൊച്ചി തുറമുഖം രൂപം കൊണ്ട വർഷം 1341. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്ര? ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്ര? ഉത്തരം 62 വയസ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം ഉള്ള രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമുള്ള രാജ്യം ഏത്? ഉത്തരം ചൈന. പീപ്പിൾസ് ലിബറേഷൻ ആർമി. സൈമൺ കമ്മീഷൻ രൂപം കൊണ്ട വർഷം? സൈമൺ കമ്മീഷൻ രൂപം കൊണ്ട വർഷം? ഉത്തരം 1927. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആര്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. പോളിയോ തുള്ളിമരുന്നിന്റെ ഉപജ്ഞാതാവ് ആര്? പോളിയോ തുള്ളിമരുന്നിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ആൽബർട്ട് സാബിൻ. മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയത് ആര്? മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയത് ആര്? കുമാരനാശാൻ. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി ആര്? ഉത്തരം സക്കീർ ഹുസൈൻ. ലോകത്താദ്യമായി മൂല്യവർദ്ധിത നികുതി നടപ്പാക്കിയ രാജ്യം ഏത്? ലോകത്താദ്യമായി മൂല്യവർദ്ധിത നികുതി നടപ്പാക്കിയ രാജ്യം ഏത്? ഉത്തരം ഫ്രാൻസ്. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 18. ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്? ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്? 18 ഗ്രൂപ്പുകൾ. മഹാകവി ഉള്ളൂർ ജനിച്ച വർഷം? മഹാകവി ഉള്ളൂർ ജനിച്ച വർഷം 1877. ഇന്ത്യയുടെ ആദ്യത്തെ നാവികസേന മേധാവി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ നാവികസേന മേധാവി ആര്? ഉത്തരം RD കാത്രി. കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്യം ആരോടാണ്? കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്യം ആരോടാണ്? ഉത്തരം പ്രധാനമന്ത്രിയോട്. കേരള പ്രസ് അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആര്? കേരള പ്രസ് അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആര്? ഉത്തരം KA ദാമോദരൻ മേനോൻ. കലിംഗ എന്ന പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കലിംഗ എന്ന പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഒറീസ. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശ യാത്ര വിമാനം ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശ യാത്ര വിമാനം ഏത്? ഉത്തരം സരസ്. മനുഷ്യ ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മനുഷ്യ ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഗ്രേത്ത് ഹോർമോൺ. മഹാത്മാ എന്ന് ആദ്യമായി ഗാന്ധിജിയെ സംബോധനം ചെയ്തത് ആര്? മഹാത്മാ എന്ന് ആദ്യമായി ഗാന്ധിജിയെ സംബോധനം ചെയ്തത് ആര്? ഉത്തരം ടാഗോർ. ഇന്ത്യയുടെ ആദ്യ ഭൂപടം തയ്യാറാക്കിയത് ആര്? ഇന്ത്യയുടെ ആദ്യ ഭൂപടം തയ്യാറാക്കിയത് ആര്? ഡോക്ടർ ആർവിൻ ലീ. സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്നത് എവിടെ പണിയെടുക്കുന്നവർക്കാണ്? സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്നത് എവിടെ പണിയെടുക്കുന്നവർക്കാണ്? പാറമടകളിൽ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആര്? ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആര്? അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം ഡോക്ടർ സക്കീർ ഹുസൈൻ. സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം ബാംഗ്ലൂർ. കുഞ്ഞാലിമരക്കാരെ വധിച്ചത് ആര്? കുഞ്ഞാലിമരക്കാരെ വധിച്ചത് ആര്? പോർച്ചുഗീസുകാർ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചത് ആര്? ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചത് ആര്? സരോജിനി നായിഡു. ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് എവിടെ? ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് എവിടെ? സിന്ധു നദീതട നിവാസികൾ. ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ കാശ്മീരി സാഹിത്യകാരൻ ആര്? ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ കാശ്മീരി സാഹിത്യകാരൻ ആര്? റഹ്മാൻ റഹീം. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ? ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ അപ്സര. മഹാവീരൻ അന്ത്യശ്വാസം വലിച്ച പാവപൂരി ഏതു സംസ്ഥാനത്താണ്? മഹാവീരൻ അന്ത്യശ്വാസം വലിച്ച പാവപൂരി ഏതു സംസ്ഥാനത്താണ്? ബീഹാർ. 1959 ക്യൂബയിൽ നടന്ന വിപ്ലവത്തിന്റെ നേതാവ് ആര്? 1959 ക്യൂബയിൽ നടന്ന വിപ്ലവത്തിന്റെ നേതാവ് ആര്? ഫിഡൽ കാസ്ട്രോ.
ഭരണഘടന നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. ഭരണഘടന നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം സച്ചിദാനന്ദ സിൻഹ. 1969 ബാങ്കുകൾ ദേശസാൽക്കരിച്ചപ്പോൾ ധനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി. കുത്തബ് മിനാറിൻ്റെ ഏറ്റവും മുകളിലത്തെ നില പുതുക്കി നിർമ്മിച്ചത് ആര്? ഫിറോസ് ഷാ തുഗ്ലക്. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിനാണ് പ്രസിദ്ധം? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ. ബംഗ്ലാദേശിൻ്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. കേരളത്തിൽ ഉരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ബേപ്പൂർ. പൂർണ്ണമായും സമുദ്രനിരപ്പിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഏത്? അന്റാർട്ടിക്ക. സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം. 8 ഷെഡ്യൂളുകൾ. കേരളത്തിൽ മുസ്ലിങ്ങൾ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. ഹാരപ്പ കണ്ടെത്തിയ വർഷം 1921. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത് ആര്? കെ കരുണാകരൻ. സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ ആര്? മുഖ്യമന്ത്രി.